Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916 111 നിറവിൽ സ്മാർട്ടായി എസ്തപ്പാനോസ് 1917 ജനിച്ച എസ്തപ്പാനോസ് 4 തലമുറയായി ജീവിച്ചിരിക്കുന്നതിന്റെ മഹാഭാഗ്യത്തിലാണ്. കഠിനാധ്വാനം കൊണ്ട് ജീവിതശൈലി രോഗങ്ങളോ മരുന്നോ ഇല്ല ഈ മുതുമുത്തച്ഛന്. നിറവിൽ സ്മാർട്ടായി ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് എസ്തപ്പാനോസ്. ചേലാട് കർഷക കുടുംബത്തിൽ 1091 മിഥുനം 20 അതിരമ്പുഴയിൽ എ എസ്തപ്പാനോസ് എന്ന ഈ മുതുമുത്തച്ഛന്റെ ജനനം. മുതുമുത്തച്ഛന് ഇപ്പോഴും ഒറ്റ ആഗ്രഹമേയുള്ളൂ, പറമ്പിലിറങ്ങി കൃഷിവേലകൾ ചെയ്യണം, പരിസരം വൃത്തിയാക്കണം. അതാണ് ആനന്ദം. 10 മക്കളും 12 കൊച്ചുമക്കളും അവരുടെ 7 മക്കളും ഉൾപ്പെടെ വലിയൊരു തറവാടിന്റെ കാരണവരാണ് ഇന്ന് എസ്തപ്പാനോസ്. ഇളയ മകൻ തങ്കച്ചനൊപ്പം മൂവാറ്റുപുഴ മേക്കടമ്പിലാണ് താമസം. 2 വർഷം മുമ്പ് വീടിനുള്ളിൽ തെന്നി വീണതിനാൽ നടക്കാൻ അല്പം പ്രയാസമുണ്ട്. അതല്ലാതെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമില്ല. 4ാം ക്ലാസ് വരെ പഠിച്ച എസ്തപ്പാനോസ് ചെറുപ്പം മുതൽ നെൽകൃഷിക്കായി കാളയെ പൂട്ടുന്നതും റബ്ബർ വെട്ടുന്നതും ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്തിരുന്നു. പുലർച്ചെ 4 മുതൽ അന്തിയോളം പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്നു. തമരുകൊണ്ട് കരിങ്കലടിച്ചു പൊട്ടിക്കൽ തുടങ്ങി കായികാധ്വാനം ഏറെയുള്ള ജോലികളും ചെയ്തിരുന്നു. അതുകൊണ്ടാവാം ജീവിതശൈലി രോഗങ്ങൾ പോലും വരാതിരുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അപ്പോഴത്തേനും ആ കണ്ടം കൃഷിയായിരുന്നു മെയിനായിട്ട്. നെൽകൃഷി, അത് കഴിഞ്ഞ് നായാട്ടിന് പോകുമായിരുന്നു ആ കാലഘട്ടം. പിന്നെ പാറ പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. പാറ പൊട്ടിക്കാൻ തമരടിച്ച് പാറ പൊട്ടിക്കുകയാണ്. പിന്നെ കൃഷിപ്പണിയാണ് മെയിനായിട്ടുള്ളത്. പാറ പൊട്ടിക്കുക സൈഡായിട്ട് ചെയ്യും. പിന്നെ അധ്വാനമാകത്ത് ഫുൾ ടൈം അതാണ് അപ്പച്ചന്. നേരമ്പോക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകം നേരമ്പോക്ക് പണിയാൻ മാത്രം. അപ്പച്ചന് 10 മക്കൾ. 10 മക്കളിൽ അത് 2 കൂടി മക്കളാണ്. അതായത് അപ്പൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ട് അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചില്ല. അതിൽ ആദ്യ ഭാര്യയിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടിയെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഒരു കുട്ടി 2-3 വർഷം മുന്നേ മരിച്ചു. രണ്ടാമത്തെ കുടിയിൽ പറഞ്ഞോണം 6 മക്കൾ. 6 മക്കളിൽ ഒരു കുട്ടി നേരത്തെ മരിച്ചുപോയി. ബാക്കിയുള്ളവർ 10-18 വർഷമായിട്ടുണ്ട്. ഒരാൾ മരിച്ചിട്ട്, മറ്റേ ആൾ കഴിഞ്ഞ 5 വർഷം മരിച്ചു. ഉണക്കക്കപ്പയും കട്ടൻ ചായയുമായിരുന്നു അടുത്ത കാലം വരെയുള്ള പ്രാതലെങ്കിൽ ഇപ്പോഴത്തെ മെനുവിൽ പുഴുങ്ങിയ 2 ഏത്തപ്പഴമാണ്. ഉച്ചയ്ക്കും വൈകിട്ടും സാധാരണ ഭക്ഷണവും. 2 ഭാര്യമാരിലായി 10 മക്കളാണുള്ളത്. ആദ്യ ഭാര്യ ഏലമ്മയുടെ മരണശേഷം മറിയാമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു. 2013 മറിയാമ്മയും വിട പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന മക്കളിൽ മൂത്തയാൾ എബ്രഹാമിന് 82 വയസ്സായി. ഇളയ മകൻ തങ്കച്ചന് 58. മുത്തച്ഛന് ജന്മദിനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. ഇത്രയും വയസ്സായിട്ടുള്ളൊരു ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അപൂർവങ്ങളുടെ അപൂർവമാണെന്ന് പറയാനുള്ളൂ. അപ്പോൾ നമ്മളൊരു റെക്കോർഡ് സ്ഥാപിക്കുന്ന രീതിയിൽ നല്ലൊരു കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. 46 പേരടങ്ങുന്ന കുടുംബത്തിൽ 4 തലമുറയായി ജീവിച്ചിരിക്കുന്നതിന്റെ മഹാഭാഗ്യത്തിലാണ് ഇവർ. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.